ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചക്കക്ക് എന്ത് വില? ഒരു ചക്കതാ. ഇത് നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ചേച്ചിന്റെ പേരെന്താ? ഓക്കെ. ഇത് ചക്ക വറുത്തത്. ആ, നിങ്ങളിവിടെ വറുക്കുന്നല്ലേ? വെളിച്ചെണ്ണയില് അല്ലെങ്കിൽ ഓയിലോ? ഓയില് വറുക്കുന്നത്. ഓക്കെ. കാന്താരി 100 രൂപ. അവിടെ ഓടല്ലടാ മമ്മു. ഓക്കെ. നിങ്ങൾ ചക്കതാ. എനിക്ക് കാന്താരി വേണോ? പക്ഷെ അങ്ങനത്തെ വിളിക്ക് മാറിപ്പോവാ. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തും. 2 ദിവസം കൊണ്ട് മാറിപ്പോവാ. അതിന് 100 രൂപ. ഇതിന് ചക്കക്ക് 50 രൂപ. അതെയാ? ശരി. എനിക്കൊരു മാങ്ങ കൊടുത്തു. ഈ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടി പറയോ? 6-ാം ബ്ലോക്ക്. ഇത് മലപ്പുറം ജില്ല. നിലമ്പൂരിനടുത്ത് കേട്ടോ. 6-ാം ബ്ലോക്ക്. കാടിനകത്തുകൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏച്ചിന്റെ ഈ ഒരു സംഭവം കണ്ടത്. അപ്പൊ ഏച്ചിനെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ. ആ, എന്താണ് എത്രയായത്? എല്ലാം കൂടി എത്രയാ? 50-ഉം 150-ഉം. എന്താണ് ഇനി ചക്ക വേണോ? കുരുവോ? കുരുവിന് പൈസ വേണ്ടേ? കുരുവിന് എത്രയാ? ആയിക്കോട്ടെ. ചക്ക എങ്ങനെയുണ്ട്? ചക്ക എന്ന് പറഞ്ഞ അവസാനം പൊളിക്കേണ്ട പോലും വന്നിട്ടില്ല. ചക്ക വാങ്ങി നീ ആലോചിച്ചൊക്കെ. പൊളിച്ച് ക്ലീൻ ചെയ്ത് എത്ര പണിയുണ്ട്. ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി കവറിൽ കെട്ടി വെച്ചിന്. അതൊക്കെ വെച്ച പോലെ കേട്ടോ വെച്ചിന്. 50 രൂപയുള്ള ഒരു ബാഗിന്. എങ്ങനെയുണ്ട് സാധനം? കണ്ട് കുഴപ്പമില്ലെങ്കിലും നല്ല മധുരമുണ്ട്. നല്ല ഉണങ്ങി കുരുവല്ലേ? എന്റെ പേരെന്താ? തങ്കച്ചൻ. അപ്പൊ എത്ര തരുന്നുണ്ട്? കാന്താരി 100. ഇതെത്ര? 100-ആ? 100-ഉം 100-ഉം 250. 250 വേണ്ടത് അല്ലേ? 200, 220, 240, 250. വിഷു അല്ലേ ഇന്ന്? വിഷു ആയിട്ട് പരിപാടി ഒന്നുമില്ല. അതെയാ? അപ്പൊ ഒരു കാര്യം ചെയ്യും. ഇത് വിഷു കഴിഞ്ഞിട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ കാണാം കേട്ടോ. അപ്പൊ ഇതിന് വളർന്ന് പന്തലിക്കണം. ഇതിൽ വെച്ചാ പോരാ. ഇവിടെ ഒരു നല്ലൊരു ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ചിട്ട് വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ? 6-ാം ബ്ലോക്ക് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയില് 6-ാം ബ്ലോക്ക് നിലമ്പൂര്. നമ്മുടെ ഈ ഫോഗി മൗണ്ടനിന്ന് നിലമ്പൂര് പോകുന്ന വഴിക്ക് 6-ാം ബ്ലോക്ക് കേട്ടോ. അപ്പൊ അടുത്ത തവണ വരുമ്പോ 14-ാം വാർഡ് അടുത്ത തവണ വരുമ്പോ ഈ ഒരു സ്റ്റൂളും കസേരയൊക്കെ മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു പെട്ടിയിടണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കണം. നിങ്ങൾ അന്വേഷിച്ച് വരണം ആൾക്കാർ. വണ്ടിയെല്ലാം ഇങ്ങനെ നിർത്തിയിട്ട് റോഡ് മൊത്തം സൈഡിൽ ഇങ്ങനെ വണ്ടിയായിട്ട് നിറയണം. ആ രീതിയിലേക്ക് വരണം. അപ്പൊ ഇതുവഴി വരുന്ന ആൾക്കാർ ഒന്ന് ചേച്ചിനെ സപ്പോർട്ട് ചെയ്തോ. ഡെയ്സി ചേച്ചിനെയും അതുപോലെ നമ്മുടെ തങ്കൻ ചേട്ടനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ചക്ക അടിപൊളി ചക്കയെന്ന് പറഞ്ഞാൽ അതുപോലെ വറുത്ത ചക്ക ഉണ്ട്, അതുപോലെ ഉപ്പിലിട്ടുണ്ട്, കാന്താരി ഉണ്ട്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ട്. മാങ്ങഞ്ചി ഉണ്ടോ? മാങ്ങഞ്ചി. ഓക്കെ. അപ്പൊ ശരി, കാണുന്നേ. ഹാപ്പി വിഷു. ഓക്കെ, ബൈ.